നോൺസ്റ്റിക്കേഷൻ ടോപ്പിക് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പറയാനുള്ള ഭാഗമാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കണ്ടക്ടൻസ് പറയാനുള്ള മുൻപായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ റെസിസ്റ്റൻസിനെ കുറിച്ച് ചെറുതായിട്ടൊക്കെ പറയുന്നുണ്ട്. നമ്മൾ റെസിസ്റ്റൻസ് പണ്ടേ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് റെസിസ്റ്റൻസ് എന്താണ് ചെറിയ ഐഡിയ ഉണ്ടായാൽ മതി. ഇപ്പോൾ ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രോൺസ് പാസ് ചെയ്യണ നേരത്ത് ഇലക്ട്രോൺസിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യണ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്, ആ ഒരു കൺസെപ്റ്റ് എന്തിനുള്ളൂ? റെസിസ്റ്റൻസ്. ഇലക്ട്രോണിനെ ഒഴുകാൻ വേണ്ടി എതിർക്കുന്ന ഒരു ഫോഴ്സ് ആയിരിക്കും, ഒഴുക്കിനെ എതിർക്കുന്ന ഒരു ഫോഴ്സ് ആണ് റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനും ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ R = റോ ഇൻറ്റു L/A. ഈ റോനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു റെസിസ്റ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് മുൻപേ അറിയാന്ന് പറഞ്ഞാൽ നമ്മൾ 9ലും 10ലും കുറെ പഠിച്ചിട്ടുണ്ട്. ഇനിയാണ് വേറെ ടൈം വരുന്നത് കണ്ടക്ടൻസ്. G എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസിന്റെ ഓപ്പോസിറ്റ് ടൈമാണ് കണ്ടക്ടൻസ്. അപ്പൊ നോർമലി കണ്ടക്ടൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? റെസിസ്റ്റൻസിനെ തിരിച്ചിട്ടാൽ മതി. അപ്പൊ കണ്ടക്ടൻസ് G = 1/R. അപ്പൊ ആറിന് തിരിച്ചിട്ടാൽ ഇവിടെയുള്ള ആൾക്കാരെയും തിരിച്ചിടും നമ്മൾ. റോയ്ക്ക് പകരം 1/ρ വന്നു, L/A പകരം A/L ആയി. അതിനുശേഷം ഈ 1/ρ, അതായത് റെസിസ്റ്റിവിറ്റി ആയിരുന്നു റോ. ഈ റോയ്ക്ക് പകരം നമ്മളൊരു ടേം എടുത്തു, അതാണ് K എന്ന് പറയുന്നത്. കാപ്പ എന്നാണ് K ഡിനോട്ട് ചെയ്യുന്ന ഗ്രീക്ക് വേർഡാണ്. അപ്പോ K എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ആണ്. റോ റെസിസ്റ്റിവിറ്റി ആണെങ്കിൽ റോന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ആണ്. അതിന് ഡിനോട്ട് ചെയ്യുന്ന ടൈമാണ് K. അപ്പൊ നമ്മൾ രണ്ട് ടൈമാണ് പുതിയതായിട്ട് പഠിക്കുന്നത്. കണ്ടക്ടൻസും പഠിക്കുന്നുണ്ട്, കണ്ടക്ടിവിറ്റിയും പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ഒരു ഭാഗമാണ് വേറെ. ഈ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് സിമെൻസ് എന്നാണ് പറയാ. അതിന് ഡിനോട്ട് ചെയ്യുന്നത് S എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചാണ്. അപ്പൊ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് സിമെൻസ് ആണ്. അതിന് ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റർ S വെച്ചാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ നോർമലി കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമെൻസ് മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പൊ കൃത്യമായിട്ട് ഇക്വേഷൻസ് ഓർക്കുക. യൂണിറ്റ് ഓർക്കുക. കണ്ടക്ടൻസ് സിമെൻസ് ആണ്, കണ്ടക്ടിവിറ്റി സിമെൻസ് മീറ്റർ ഇൻവേഴ്സ് ആണ് യൂണിറ്റ് വരുന്നത്. ഇതിലാകെ നമുക്ക് ഇത്ര കാര്യം തുടക്കം പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ സിമ്പിൾ കണ്ടാൽ അത് കണ്ടക്ടിവിറ്റി ആണ് ആലോചിക്കുക. G എന്ന് പറഞ്ഞാൽ കണ്ടക്ടൻസ് ആണെന്നും അറിഞ്ഞിരിക്കണം, യൂണിറ്റും അറിഞ്ഞു വെക്കണം. ആകെ ഇത്ര കാര്യം തുടക്കമുള്ളൂ. പിന്നെ വേറൊരു രണ്ട് ഭാഗമായിട്ട് പറയുന്നത്, രണ്ട് ടൈപ്പ് കണ്ടക്ടൻസ് എന്ന് പറയുന്നുണ്ട്. ഇലക്ട്രോണിക് കണ്ടക്ടൻസും പറയുന്നുണ്ട്, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസും പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ബീക്കർ എടുത്തു. ബീക്കറിൽ രണ്ട് ഇലക്ട്രോഡ് മുക്കി വയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നോർമലി ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ഇതിൽ കോഡ് ഇപ്പൊ ജസ്റ്റ് ഞാൻ ABCD 4 ഭാഗമാക്കി തിരിക്കുന്നുണ്ട്. ABC, എയിൽ നിന്ന് ബിയിലോട്ടും ബിയിൽ നിന്ന് സിയിലോട്ടും എന്തുണ്ടായിരിക്കും? കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്ന വിചാരിക്കുക. ഇത് പാസ് ചെയ്യുന്നത് എന്ത് വഴിയാണ്? ഒരു കണ്ടക്ടർ വഴിയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ കണ്ടക്ടർ വഴി പാസ് ചെയ്യാകുമ്പോൾ അവിടെ ചാർജിനെ കൊണ്ടുപോകുന്ന ആൾക്കാർ ആരായിരിക്കും? ചാർജ് കാരിയേഴ്സ് എന്നാണ് പറയുക. അവർ കണ്ടക്ടർ വഴിയുള്ള കറണ്ട് പാസിംഗിൽ ചാർജ് കാരിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യണത് ഇലക്ട്രോൺസിനെ ആയിരിക്കും. അപ്പൊ ഇലക്ട്രോൺസ് വഴിയുള്ള കണ്ടക്ടൻസിന് വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോണിക് കണ്ടക്ടൻസ്. ഒരു കണ്ടക്ടൻസ് നടക്കാൻ കാരണം ഇലക്ട്രോൺസ് ആണെങ്കിൽ അത്രയും കണ്ടക്ടിവിറ്റിന്ന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞ ടേം. ഈ രണ്ടാമത്തെ ആലോചിച്ച് നോക്കുക, CDA. ഈ ഭാഗത്ത് ഇവിടെ ചാർജ് അല്ലെങ്കിൽ ഇവിടെ ചാർജിനെ കൊണ്ടുപോകുന്ന ആൾക്കാർ ആരാണ്? ഇലക്ട്രോൺസ് അല്ല, അയോൺസ് ആണ്. അപ്പൊ അയോൺസ് ചാർജ് കാരിയർ ആയിട്ടുള്ള കണ്ടക്ടൻസിന് വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോലിറ്റിക് കണ്ടക്ടർ. അപ്പോ ഇവിടെ ഇലക്ട്രോൺസ് ആയിരിക്കും ചാർജ് കാരിയേഴ്സ്, ഇവിടെ അയോൺസ് ആയിരിക്കും ചാർജ് കാരിയേഴ്സ്. അപ്പൊ ഒന്ന് ഇലക്ട്രോണിക് കണ്ടക്ടൻസ് ആണ്, മറ്റൊന്ന് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസ് ആണ്. ബുക്കിൽ ഉറപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് കാര്യം മനസ്സിലാക്കിയ സംഭവമുള്ളൂ. ഒരു കണ്ടക്ടർ വഴിയാണ് കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ അത് ഇലക്ട്രോണിക് കണ്ടക്ടൻസ് ആയിരിക്കും, ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഇനി ഒരു ഇലക്ട്രോലൈറ്റ് വഴിയാണ് കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ അത് ഇലക്ട്രോണിക് കണ്ടക്ടൻസ് ആയിരിക്കും, ചാർജ് കാരിയേഴ്സ് അയോൺസ് ആയിരിക്കും. ഇത്രയാണ് കാര്യം. ഇതിന്റെ 3 പ്രോപ്പർട്ടീസ് വീതം പറയുന്നുണ്ട്.
ഇത്രയുള്ളൂ. ഇലക്ട്രോണിക് കണ്ടക്ടൻസ് നമ്മൾ പറഞ്ഞു കണ്ടക്ടർ വഴിയാണ് പാസ് ചെയ്യുക. ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു 3 ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഒന്ന്, നാച്ചർ ഓഫ് ദി കണ്ടക്ടർ, ഈ കണ്ടക്ടറിന്റെ നാച്ചർ തന്നെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്, ഈ കണ്ടക്ടറിന്റെ ആറ്റത്തിലെ പുറമെയുള്ള വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം, ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദി ആറ്റംസ് ഓഫ് ദി കണ്ടക്ടർ. അപ്പൊ ഇവിടെ ഒരു കോപ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ കണ്ടക്ടർ കോപ്പർ ആണെങ്കിൽ കോപ്പറിന്റെ ആറ്റത്തിന്റെ അവസാന ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം എന്നതിന് ഡിപ്പെൻഡ് ചെയ്യും, ഈ കണ്ടക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇൻ ദ ആറ്റം ഓഫ് ദി കണ്ടക്ടർ. മൂന്നാമത്തെ, ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്നതിന് ഡിപ്പെൻഡ് ചെയ്യും, ഈ ഇലക്ട്രോണിക് കണ്ടക്ടൻസിന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇലക്ട്രോണിക് കണ്ടക്ടൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സാധാരണ ഒന്നും ചോദിക്കാറില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പൊ എന്താ, നാച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി കണ്ടക്ടർ, നാച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി കണ്ടക്ടർ. രണ്ടാമത്തെ, ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ദി ആറ്റംസ് ഓഫ് ദി കണ്ടക്ടർ. മൂന്നാമത്തെ, ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയ കണ്ടക്ടൻസ് കുറയാണ് ചെയ്യുക, ഏതില്, ഇലക്ട്രോണിക് കണ്ടക്ടൻസിൽ കേട്ടോ. ഇനി ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസിന്റെ ഫീച്ചേഴ്സ്. അപ്പൊ സിമ്പിൾ ആയിട്ട് അതേ സെയിം ഐഡിയയിൽ തന്നെ എടുക്കാം. കറണ്ട് പാസ് ചെയ്യുന്നത് അടിയിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാം അയോൺസ് ആണ്. കൂടാതെ എന്തിന്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക, നാച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. അപ്പൊ കൃത്യമായിട്ട് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നാച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. രണ്ടാമത്തെ, ഇപ്പോ ഇലക്ട്രോലൈറ്റിൽ എന്തുണ്ടായിരിക്കും, അയോൺസ് ഉണ്ടായിരിക്കും. അപ്പൊ അയോൺസിന്റെ സൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, കണ്ടക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, ദ സൈസ് ഓഫ് ദി അയോൺസ് ഇൻ ദ കണ്ടക്ടൻസ്. മൂന്നാമത്തെ, എത്ര അയോൺസ് ഉണ്ട്, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റും ഡിപ്പെൻഡ് ചെയ്യും. നാലാമത്തെ, ടെമ്പറേച്ചർ. ഇവിടെ ടെമ്പറേച്ചർ കൂടിയ കണ്ടക്ടൻസ് കൂടാണ് ചെയ്യുക. ഇവിടെ മെയിൻ ആയിട്ട് ഏകദേശം ഒരു 4 പ്രോപ്പർട്ടി ഇവിടെയും പറയുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോണിക് കണ്ടക്ടൻസിന്റെ ഇപ്പൊ ഡിപ്പെൻഡ് ചെയ്യണ 3 കാര്യങ്ങൾ നോക്കാം. ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസ് ഡിപ്പെൻഡ് ചെയ്യണ 4 കാര്യങ്ങൾ 5 കാര്യങ്ങൾ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. അതാണ് ഈ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത്. തൊട്ട് മുന്നേ പറഞ്ഞ ടോപ്പിക്കില് എന്താണ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു. ഇനി പറയാൻ പോണത് ആ ഇലക്ട്രോലിറ്റിക് കണ്ടക്ടിവിറ്റി അഥവാ അയോണിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ബുക്കിൽ നമ്മൾ ഈ ടോപ്പിക്ക് തുടങ്ങുമ്പോൾ തന്നെ ഒരു 2 പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം ഇതൊരു ഇലക്ട്രോലൈറ്റ് ആണ്. നമ്മൾ സാധാ പറഞ്ഞ ഒരു കണ്ടക്ടറോ ചെമ്പ് കമ്പിയോ ഇരുമ്പ് കമ്പിയോ ഒന്നും അല്ല, എന്താണ്, ഒരു സൊല്യൂഷനാണ്. ആ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇതിന്റെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം 2 പ്രശ്നമാണ്. ഒന്ന്, നമുക്ക് ഇതിലോട്ട് കറണ്ട് കടത്തിവിടാൻ സാധിക്കില്ല. നമ്മൾ ഏതൊരു കമ്പോണന്റെയും കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുമ്പോൾ എന്തുണ്ടായിരിക്കുക, കറണ്ട് കടത്തിവിടാണ് ചെയ്യുക. പക്ഷെ ഇതിലോട്ട് നമ്മളൊരു DC കറണ്ട് കടത്തിവിട്ടാൽ ഈ ഇലക്ട്രോലൈറ്റിന്റെ കോമ്പോസിഷൻ ആകെ മാറിപ്പോകും, അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും. അപ്പൊ നമുക്ക് ഇലക്ട്രോലൈറ്റിലോട്ട് DC കറണ്ട് കടത്തിവിടാൻ പറ്റില്ല. രണ്ടാമത്തെ, ബാക്കിയുള്ള കണ്ടക്ടറിന് നമ്മൾ സുഖമായിട്ട് വേണമെങ്കിൽ 2 ചെമ്പ് കമ്പി വെച്ച് കണക്ട് ചെയ്യാം. പക്ഷെ ഇത് ലിക്വിഡ് ആണ്. അപ്പൊ എന്തുണ്ടായിരിക്കും, ലിക്വിഡിന് നമുക്ക് ബാക്കിയുള്ള പോലെ കണ്ടക്ടർ വെച്ച് കണക്ട് ചെയ്യാനും സാധിക്കില്ല. ഈ 2 പ്രശ്നങ്ങളാണ് എന്തുണ്ടായിരിക്കുക, ഒരു അയോണിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന 2 കുഴപ്പങ്ങൾ. ഇതിനെ ഓവർകം ചെയ്യാൻ എത്രയേ ഉള്ളൂ, നമുക്ക് DC ആണ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. DCക്ക് വരുമ്പോൾ എന്ത് യൂസ് ചെയ്യാം, AC കറണ്ട് യൂസ് ചെയ്യാം. ഒന്നാമത്തെ, അപ്പൊ DC എന്ന് പറഞ്ഞ പ്രശ്നത്തെ ഒഴിവാക്കാൻ DCക്ക് വരാം ആൾട്ടർനേറ്റിംഗ് കറണ്ട് യൂസ് ചെയ്യാം. രണ്ടാമത്തെ, നമുക്കൊരു കണ്ടക്ടർ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രത്യേക തരം ഡിവൈസ് ഉണ്ടാക്കി, അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടിവിറ്റി സെൽ. ടെക്സ്റ്റ് നോക്കി കാണാൻ സാധിക്കും. ഒരു ഹോളോ കണ്ടക്ടർ ഉണ്ടായിരിക്കും, 2 ഇടയിലായി വേറെ 2 ഇലക്ട്രോഡൊക്കെ വെച്ച് ഒരു അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും, കണ്ടക്ടിവിറ്റി സെൽ. അപ്പൊ 2 പ്രശ്നങ്ങളാണ് തുടക്കം പറയുന്നത്. ഇതിനെ ഓവർകം ചെയ്യാനുള്ള 2 കാര്യങ്ങളും അതിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. DCക്ക് പകരം AC യൂസ് ചെയ്യാം, സാധാരണ കണ്ടക്ടറിന് പകരം കണ്ടക്ടിവിറ്റി സെൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ തുടക്കം എഴുതിയ ഇക്വേഷൻ R = ρ × L/A. നമുക്ക് വേണമെങ്കിൽ ഈ റോയ്ക്ക് പകരം എന്ത് കൊടുക്കാം, 1/kappa എന്ന് പറഞ്ഞ ടൈം കൊടുക്കാം. അപ്പൊ നോർമലി റോയ്ക്ക് പകരം കൊടുത്തു 1/kappa. നോർമലി R = 1/kappa × L/A. കാരണം റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 1/, റെസിപ്രോക്കൽ ഓഫ് ദി കണ്ടക്ടിവിറ്റി ആണ്. ഇനി ഒരു കാര്യം പറയുന്നുണ്ട്, ഓരോ സെല്ലിനും ഓരോ സെൽ കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആ സെല്ലിന്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ
സെല്ലിനൊരു ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ടായിരിക്കും, സെല്ലിനൊരു ലെങ്ത് ഉണ്ടായിരിക്കും. ഓരോ സെല്ലിനും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ സെയിം ആയിരിക്കും. അപ്പോൾ ഒരു സെല്ലിൻ്റെ സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ഡിവൈഡ് ബൈ അതിൻ്റെ ഏരിയ ആണ് നമ്മൾ പറയുക. അപ്പോൾ നോർമലി L/A നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുക? സെൽ കോൺസ്റ്റന്റ്. എല്ലാ സെല്ലിനും എന്തുണ്ടായിരിക്കും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽ കോൺസ്റ്റന്റ് അതുപോലെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ സാധാരണ സെൽ കോൺസ്റ്റന്റ് G സ്റ്റാർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, R = 1/kappa × L/A. L/A എന്താണ് ഓൾറെഡി അവർ പറഞ്ഞിട്ട് G സ്റ്റാർ ആണ്. അതുകൊണ്ട് ഈ L/Aക്ക് പകരം എന്ത് കൊടുക്കാം? G സ്റ്റാർ എന്ന് പറഞ്ഞാൽ കൊടുക്കാം. നോർമലി R = G സ്റ്റാർ ബൈ എന്ത് വരും? K എന്ന് പറഞ്ഞു വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കാപ്പ അഥവാ കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ നോർമലി കാപ്പ അഥവാ K, ജസ്റ്റ് K എന്ന് പറയേണ്ടത്. K എന്താ? G സ്റ്റാർ ബൈ R. G സ്റ്റാർ ഓൾറെഡി എന്തുണ്ട്? ആ കണ്ടക്ടറിൽ കണ്ടക്ടിവിറ്റി സെല്ല് കൊടുത്തിട്ടുണ്ടായിരിക്കും. R നമുക്ക് സിമ്പിൾ ആയിട്ട് വി സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന മെക്കാനിസം ഉണ്ട്. അത് നമ്മൾ ഫിസിക്സിലാണ് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നോർമലി വി സ്റ്റോൺ ടെക്സ്റ്റിൽ ചെറുതായിട്ട് ഫിഗർ കൊടുത്തിട്ടുണ്ടാവും, അതിപ്പോൾ മൈൻഡ് ചെയ്യണ്ട. ഫിസിക്സിന് എന്താ പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കേണ്ടതിനെ കുറിച്ച് ജസ്റ്റ് R കണ്ടുപിടിക്കാനും മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ കാപ്പ = G സ്റ്റാർ ബൈ R. നിങ്ങൾ ഇക്വേഷൻ മാത്രം ഒന്ന് ഐഡിയയിൽ വെച്ചാൽ മതി. ഇതാകെ ഇത്രയുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് അയോണിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ മെഷർ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ അത് രണ്ടെണ്ണം പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് നോക്കാം. അതിന് ഓവർകം ചെയ്യുന്ന കാര്യങ്ങളും പറയുന്നുണ്ട്. DC ക്ക് പകരം AC യൂസ് ചെയ്യാം, വേറെ കണ്ടക്ടർ ഒന്ന് യൂസ് ചെയ്യണം, നമ്മൾ എന്താ യൂസ് ചെയ്യുക? കണ്ടക്ടിവിറ്റി സെൽ യൂസ് ചെയ്യും. ഇനി ഇവിടെ വെച്ച് എങ്ങനെയാണ് കാപ്പ അഥവാ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇക്വേഷൻ വരുന്നത് കാപ്പ = G സ്റ്റാർ ബൈ R ആണ്. G സ്റ്റാർ എന്ന് പറഞ്ഞാൽ സെൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതോടുകൂടി ഈ ടോപ്പിക് കഴിഞ്ഞു. ഇനി അടുത്ത പറഞ്ഞൊരു ഭാഗമാണ് മോളാർ കണ്ടക്ടിവിറ്റി. നമ്മൾ അടുത്ത ക്ലാസ് ചെയ്യണത് ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ക്ലാസ് ഫുള്ള് മോളാർ കണ്ടക്ടിവിറ്റി ആയിരിക്കും. അത് പറഞ്ഞ കണ്ടക്ടിവിറ്റി ഇപ്പോൾ ഒരു കണ്ടെയ്നറിൽ ഫുള്ള് നമ്മൾ എന്തോ ഒരു സൊല്യൂഷൻ എടുത്തുണ്ട്, ഇലക്ട്രോലൈറ്റ് എടുത്തെന്ന് വിചാരിച്ചു. ഇതിന്റെ മുഴുവനായിട്ടുള്ള കണ്ടക്ടിവിറ്റി ആണെന്ന് നമ്മൾ കാപ്പ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. പക്ഷെ ഇതിൽ 1 മോൾ ഇലക്ട്രോലൈറ്റ് മാത്രം എടുത്തു, 1 മോൾ എടുത്തു. ഈ 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി ആണെന്ത്? മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ? the conductivity of a 1 mole electrolytic solution. 1 mole electrolytic solution കണ്ടക്ടിവിറ്റി ആണെന്ത്? മോളാർ കണ്ടക്ടിവിറ്റി. നമ്മൾ ലാംഡ എന്നാണ് ഡിനോട്ട് ചെയ്യുക. നമ്മൾ ലാംഡ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും വിചാരിക്കുക, പക്ഷെ ഇത് സ്മോൾ ലെറ്റർ ലാംഡയാണ്, ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ലാംഡ. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ലാംഡ M ആണ്. ലാംഡ M എന്ന് പറഞ്ഞാൽ ടോട്ടൽ കണ്ടക്ടിവിറ്റി ബൈ മൊളാരിറ്റി അഥവാ C ആണ്, കോൺസെൻട്രേഷൻ അഥവാ ഇക്വേഷൻ. ലാംഡ M = K/C ആണ് വരിക. യൂണിറ്റ് സിമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ, മോൾ ഇൻവേഴ്സ് ആണ് യൂണിറ്റ് വരിക. അപ്പോൾ എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അത് കാണാൻ ഇക്വേഷൻ നോട്ട് ചെയ്യുക, അതിന്റെ യൂണിറ്റ് നോട്ട് ചെയ്യുക. നമ്മൾ അടുത്ത പറയാൻ പോകുന്ന ടോപ്പിക്ക് ഫുള്ള് ഇതിനെ കുറിച്ചായിരിക്കും പറയുന്നതായിരിക്കും. ഇത് വളരെ സിമ്പിൾ ആയ കാര്യമാണ്, കൃത്യമായിട്ട് നോക്കിക്കോളൂ. പിന്നെ ഈ മോളാർ കണ്ടക്ടിവിറ്റിനെ കുറിച്ചും നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞ പോയിന്റ്സിനെ കുറിച്ചും ടെക്സ്റ്റിൽ പ്രോബ്ലം ഉണ്ടായിരിക്കും. അത് NCERT ടെക്സ്റ്റിലാണ് എക്സാമിൽ 3.4 3.5 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കണം, കൃത്യമായിട്ട് ചെയ്ത് അയച്ചു തരണം. ബാക്കി നിങ്ങളുടെ എക്സലാണെങ്കിലും കൃത്യമായിട്ട് പ്രോബ്ലം ഉണ്ടായിരിക്കും, അത് ചെയ്തോളാം. അപ്പോൾ ചോദ്യം എഴുതിക്കോളാം പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് എന്നിട്ട് അയച്ചു തന്നു.